നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടതി ഇങ്ങനൊന്നും വിഷമിക്കാതെ. കാർത്തിക് അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. അവൻ മീനാക്ഷി കൊണ്ടേ വരൂ. ഏട്ടത്തി അങ്ങോട്ട് പോ. അവിടെ ഒന്ന് സമാധാനമായിട്ടിരിക്കാം. ആ ഏട്ടത്തി, ഞാനല്ലേ വിളിക്കുന്നത്. വാ. സച്ചി, നമുക്കേ ഇങ്ങോട്ട് നോക്കാം. വാ, ഇവിടേക്ക് നോക്കാം. വാ. അവർ ഈ കാടിനുള്ളിൽ എവിടെയോ ഉണ്ട്. സംശയമൊന്നും വേണ്ട. കാർത്തിക്, സൂക്ഷിക്കണം. ആന ഇറങ്ങുന്ന സ്ഥലമാ. വാ. ഈ ഗുളിക കഴിക്ക്. അതിന് എനിക്ക് രാത്രി കഴിക്കാനുള്ള ഗുളിക ഏതാണെന്ന് നിനക്കറിയാവോ? എനിക്കറിയാം. അർച്ചനയ്ക്ക് അറിയൂ. കവറിന് പുറത്ത് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവനെന്താ കൊച്ചുകുട്ടിയാണോ വെച്ചാ? അച്ഛന്റെ മെഡിസിൻ എടുത്തു തരാൻ അവനറിയത്തില്ലേ? അത് ശരിയാവില്ല. ചില കവറിലെ ഗുളികകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. അത് നോക്കി എടുത്തു തരാൻ അർച്ചനയ്ക്ക് മാത്രമേ അറിയൂ. അച്ഛാ, ഇത് മാറിയിട്ടൊന്നുമില്ല. രാത്രി കഴിക്കേണ്ട ഗുളിക തന്നെ. വേണ്ട, നീ അതോടെ വെച്ചേക്ക്. ഞാൻ അർച്ചന വന്നിട്ട് കഴിച്ചോളാം. അച്ഛാ, രാത്രി കഴിക്കാനുള്ള ഗുളിക തന്നെയാ. കവറിലെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലും വേണ്ട, അർച്ചന വരട്ടെ. അച്ഛൻ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? അർച്ചന ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ഗുളിക കഴിക്കില്ലെന്നാണോ? അവൾ അങ്ങ് ചത്തുപോയാ നിന്റെ അച്ഛൻ ഗുളിക കഴിക്കുന്ന നിർത്തോ, അതോ മരുമോളുടെ കൂടെ ചാവോ? ഈ വീട്ടിലുള്ള വേറെ ആർക്കും ഒന്നും അറിയില്ലെന്നാ നിന്റെ അച്ഛന്റെ വിചാരം. ഇതൊക്കെ വേണമല്ലേ ഏട്ടത്തിക്ക് പഠിച്ചു വെക്കായിരുന്നു. അമ്മായി അച്ഛനെ പരിചരിക്കുന്നതേ ഇളയ മരുമകൾക്ക് മാത്രമല്ല, മൂത്ത മരുമകൾക്കും ആവാം. ആദ്യമൊക്കെ ഞാൻ തന്നെ അല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നെ. എന്റെ സ്ഥാനം അവള് തട്ടിയെടുത്തതാ. ഇനിയിപ്പൊ സ്വന്തം മോള് തന്നെ അത് ഏറ്റെടുത്ത് നടത്തുന്നതാ നല്ലത്. അയ്യോ വേണ്ടായേ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇപ്പൊ ഔട്ട് ഹൗസില. ഞാനില്ലേ. അച്ഛാ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ BP കൂടും. അത് മറക്കരുത്. ഇത് കഴിക്കുക. കഴിക്കച്ചാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.